നിഷാൻ, ഇന്ന് തീയതി എത്രയാണെന്നറിയോ? സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ വിരുദ്ധ ദിനമാണ്. എന്ത് ദിനോ? ആത്മഹത്യ ചെയ്യുന്നത് നല്ലതാണോ? അല്ല. എന്നാൽ ഞാനൊരു ആത്മഹത്യ ചെയ്ത ഒരാളെ കുറിച്ച് ചോദിക്കട്ടെ. 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവി. ആ കവിയുടെ പ്രത്യേകത, അദ്ദേഹം ഒരു ദിവസം തലേന്ന് വൈകിട്ട് ഒരു കവിത എഴുതി. ആ കവിതയിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ട് കവിതയുടെ പ്രത്യേകത തന്നെ നാളത്തെ പ്രഭാതം എന്നായിരുന്നു. അത് കൊണ്ടുപോയി പ്രസിദ്ധീകരണശാലയിൽ കൊടുത്തിട്ട് പറഞ്ഞു നാളെ തന്നെ പത്രത്തിൽ വരണം. അങ്ങനെ ആ പത്രത്തിൽ പിറ്റേ ദിവസം പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നാളത്തെ പ്രഭാതം എന്നുള്ള കവിത വരുന്നു. ആ കവിതയുടെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ വാർത്തയും വരുന്നു. 27-ാമത്തെ വയസ്സിൽ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത മലയാളത്തിലെ പ്രശസ്തനായ ആ കവിയുടെ പേര് പറയാമോ? ചെറിയ സംശയമുണ്ട്. ഈ ലൈനിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ്. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, അത് എഴുതിയ ചങ്ങമ്പുഴയാ. ചങ്ങമ്പുഴ ഈ സാഹിത്യകാരന് വളരെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ആയിരുന്നു. നീ ഒന്ന് വിശദീകരിക്കാതെ ആളുടെ പേരൊന്നും ആദ്യം പറയുമായിരുന്നു. ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. ശരിയാണ്. അപ്പൊ പിന്നെ രമണന്റെ പ്രത്യേകത എന്താ? അത് ചങ്ങമ്പുഴ ഇദ്ദേഹത്തിന്റെ മരണത്തിന് സങ്കടം കാരണം എഴുതിയ കാവ്യമാണ്. മരണത്തിന്റെ സങ്കടം മാത്രമല്ല, മരണം പ്രകോപനം അല്ലെ, മരണം ഒരു പ്രകോപനമായി, പ്രചോദനം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രകോപനമായി. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി, അതിനേക്കാൾ കൂടുതൽ ലോകം ശ്രദ്ധിക്കപ്പെട്ടത് ആ ആത്മഹത്യ കാരണം ചങ്ങമ്പുഴ എഴുതിയ രമണൻ. അത് പിന്നീട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു കൃതിയായിട്ട് മാറി. നിബി, രമണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഴയ കാലത്ത് രമണൻ ഇറങ്ങിയ കാലത്തുള്ള മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, രമണൻ ആർക്കെങ്കിലുമൊക്കെ വായിക്കാൻ കിട്ടുന്നില്ലെന്ന് കരുതുക, പ്രസിദ്ധീകരിച്ച് പ്രിൻ്റഡ് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രിൻ്റഡ് ഫോം രമണൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ, പ്രിൻ്റഡ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വട്ടം കൂടി നിന്ന് അത് കയ്യെഴുത്തിൽ എഴുതി മാറ്റിയെടുക്കുമായിരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമൊക്കെ MTയും ബന്ധുക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇതുപോലെ രമണൻ കയ്യെഴുത്ത് എഴുതിയെടുത്ത് പോലും വായിക്കപ്പെട്ട കൃതിയാണ്. അപ്പം നമ്മളിത് പറയാൻ കാരണം ആത്മഹത്യാ വിരുദ്ധ ദിനമാണ് സെപ്റ്റംബർ 10. 27-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി, അദ്ദേഹം ആത്മഹത്യയുടെ പേരിലല്ല ഓർക്കപ്പെടുന്നത്, അദ്ദേഹം എഴുതിയ കവിതകളുടെ പേരിലാണ്. അപ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ അല്ലേ?